അച്ഛമ്മയുടെ ഗുളികളൊക്കെ ചെക്ക് ചെയ്തു, ഡോക്ടറിനോട് സംസാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ടും ഒന്നുമില്ല. ശരിക്കും തോന്നുന്നുണ്ടോ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ലെന്ന്? ഈ സമയത്ത് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആക്ച്വലി ഞാൻ ആ റിപ്പോർട്ട് ഇന്ന് വായിക്കണ്ടായിരുന്നു. എന്നാ പിന്നെ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചില്ലായിരുന്നെങ്കിൽ നീ നിന്റെ മനസ്സിലെ കാര്യമില്ല അച്ഛമ്മയോട് പറഞ്ഞേനെ. അഥവാ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അച്ഛമ്മയുടെ ആരോഗ്യം വീണ്ടും മോശമാവുമായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെ അടുത്താ പോവേണ്ടേ, ആരോടാ സഹായം ചോദിക്കേണ്ടെന്നൊക്കെ. എനിക്കൊരു കാര്യം പറഞ്ഞതാ, ഈ സ്നേഹം, സൗഹൃദം, വിവാഹം ഇതെല്ലാം എന്തിനു വേണ്ടിയാ ഉണ്ടാവുന്നേ? ഒറ്റപ്പെടുമ്പോഴും ഒരു കൂട്ടുണ്ടെന്ന് ഫീൽ ചെയ്യാനോ? ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരുമിച്ച് പങ്കുചേരുന്നതിനോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊക്കെ ഇപ്പൊ എവിടെയാണ്? സന്തോഷം എന്നീന്ന് ഒരുപാട് അകലുന്ന പോലെ, എല്ലാവരും അടുത്തുണ്ടായിട്ടും ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെടുന്ന പോലെ. ഒരു വശത്ത് നീയുണ്ട്, പക്ഷെ മറുവശത്ത് തനു. എല്ലാം ഉപേക്ഷിച്ച് പോയാലൊന്ന് ഞാൻ ആലോചിക്കുക. അങ്ങനെ ഒന്നും ചെയ്യരുത്. കുറച്ച് സമയം എടുത്താലും എല്ലാം ശരിയാവുന്നേ. എന്ത് ശരിയാവൂന്ന്? സത്യമോ കള്ളമോ ജയം ആർക്കാണെങ്കിലും തോറ്റുപോകുന്ന ഞാനാണ്. എനിക്കെന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ നിന്നെയും. ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ, അച്ഛമ്മ എന്നെ അതിനൊരിക്കലും സമ്മതിക്കില്ല. അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എത്രത്തോളം ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ ശ്രമിച്ചാലും അതെന്നെ വീണ്ടും പിന്തുടരുകയാണ്. നിങ്ങൾക്കൊന്നുമില്ലല്ലോ, എല്ലാം അനുഭവിക്കേണ്ടത് ഞാൻ മാത്രമല്ലേ? നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായോ അതൊക്കെ വിട്ടേക്ക്. എല്ലാം മറന്ന് നിങ്ങൾ എന്നെ വിശ്വസിക്ക. നിങ്ങളെ വലിയ പ്രശ്നങ്ങളിലേക്ക് വീഴാൻ ഞാൻ അനുവദിക്കില്ല. എന്ത് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും? രണ്ടാമത്തെ കുട്ടിയുടെ പ്ലാനിംഗ് ആണോ? പിന്നെ നീ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമല്ലോ, പക്ഷെ അത് പൂർത്തിയാക്കേണ്ട സമയമാകുമ്പോൾ നീ പുറകിലേക്ക് ഓടി മറിയും. എവിടെ പോയി നിന്റെ ചാലഞ്ചൊക്കെ? ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നീ പുറത്തു പോകുന്ന എന്നോട് പറഞ്ഞത്, പക്ഷെ നീ എന്റെ വിശ്വാസത്തെ തന്നെ മാറ്റിക്കളഞ്ഞു. അത് ഞാൻ എന്താ? അച്ഛമ്മയോട് നീ സംസാരിച്ചു പോലും ഇല്ലല്ലോ. തനു, ഈ സമയത്ത് അച്ഛമ്മയുടെ ആരോഗ്യം ശരിയല്ലാത്തോണ്ട്. അവരുടെ ആരോഗ്യം എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നേ. അതിനർത്ഥം നീ പോയി സംസാരിക്കില്ലെന്നാ? എന്താ ചെയ്യുന്ന അബി? അബി എന്താ ചെയ്യുന്നേ? നീ ആരാണോ നിന്റെ വിചാരം? നിന്റെ ഉള്ളിൽ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോ തനു? അതെ, തനുവിനോട് ഇങ്ങനൊന്നും പറയല്ലേ. നീ ഒന്നും പറയണ്ട, അവിടെ തന്നെ നിന്നാ മതി. എന്നെ സ്നേഹിക്കുന്നത് പോയിട്ട് ഒന്നും മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല ഇവൾ. കാരണം സ്നേഹിക്കണമെങ്കിൽ ഒരു മനസ്സ് വേണം, അത് നിന്റെ അടുത്ത് ഇല്ല തനു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കിയേനെ. എന്തിനാ നീ ഇതൊക്കെ ഇപ്പൊ ചെയ്യാൻ പോകുന്നേ? നിനക്ക് നന്നായിട്ടറിയാം അച്ഛമ്മയുടെ അവസ്ഥ എന്താണെന്ന്. എന്നിട്ട് നീ അറിഞ്ഞോണ്ടല്ലേ പ്രിയയോട് സത്യം പറയാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നേ? എനിക്കറിയാം നിന്റെ ആഗ്രഹം പ്രിയയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാണെന്ന്, എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന്. ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും അവളെ ഇവിടുന്ന് തല്ലി പുറത്താക്കണമെന്ന് വരെ നീ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിന്റെ ഉള്ളിൽ പ്രിയയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല, പക്ഷെ എന്റെ അച്ഛമ്മയ്ക്ക് അവളെല്ലാം എല്ലാമാണ്. കാരണം അവൾ ഈ വീടിന്റെ മരുമകളായി വന്നതിന് ശേഷമാണ് ഇത് ശരിക്കും ഒരു വീടായി മാറിയത്. നീ എന്താ വിചാരിച്ചേ? പ്രിയ ഈ വീട് വിട്ട് ഇറങ്ങുന്നത് നിനക്കൊരു ഫേവർ ചെയ്യാനാണെന്നോ? അവൾ സാക്രിഫൈസാ ചെയ്യുന്നേ. ബിക്കോസ് ഷീ ഈസ് ലവിങ്, ഷീ ഈസ് കെയറിങ് ആൻഡ് ഷീ ഈസ് സെൻസിബിൾ. പിന്നെ നീ ഒരു അമ്മയാവാൻ പോവുകയാണല്ലേ. പക്ഷെ ഇന്ന് വരെ നിനക്കൊരു നല്ല സ്ത്രീ ആവാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും നിനക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രിയയുടെ നിഴലാവാനെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്. She is the perfect example of a woman.
ഒരു നല്ല ഭാര്യ, ഒരു നല്ല മരുമകൾ എങ്ങനെ ആയിരിക്കണമെന്ന് അവളെ കണ്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് അനുകരിക്കാനെങ്കിലും ശ്രമിക്കേ. നിനക്ക് വേണ്ടിയല്ല, നമ്മുടെ വരാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഈ പറയുന്നേ. കാരണം എനിക്ക് പേടിയുണ്ട് ആ കുഞ്ഞ് നിന്നെ പോലായി തീരുമെന്ന്. ഇവിടെ നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തിട്ടായിരുന്നേലും പ്രിയെ ഒപ്പം നിർത്തിയനെ. എന്നാൽ അവളിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ വേണ്ടി. ഇനി അഥവാ നിന്റെ സ്ഥാനത്ത് പ്രിയ ആയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ല. എനിക്കറിയാം നന്നായി, അവൾക്ക് കഴിവില്ല, ഫൂളിഷാണ്, ലൂസറാണ്. യു ആർ റൈറ്റ്. അവൾക്ക് കഴിവില്ല, ഫൂളിഷാണ്, ലൂസറാണ്. പക്ഷേ നിന്നെ പോലെ ഒരിക്കലും സെൽഫിഷ് അല്ല. അബി, നീ എന്നെ സെൽഫിഷ് എന്ന് പറയുന്നു? Yes, you are a bloody selfish woman. നിനക്ക് നിന്റെ കാര്യത്തെക്കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തയില്ലതിനു. പക്ഷെ എനിക്കുണ്ട്. എന്റെ കൂടെ നിൽക്കുന്നവരെ കുറിച്ച് എനിക്ക് ചിന്തയുണ്ട്. ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സ്നേഹിക്കുന്നവരെ കുറിച്ച് എനിക്ക് ചിന്തയുള്ളൂ. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്റെ കുടുംബം. യു ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ് തനു. നിനക്ക് എന്റെ ഭാര്യ മാത്രമല്ല, ഈ വീടിന്റെ മരുമകൾ കൂടി ആവേണ്ടതാണ്. ഈ കുടുംബത്തിന്റെ പേര് ചേർക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ കുറിച്ച് ഫാമിലി വാല്യൂസ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അമ്മയാവുന്നതിനൊപ്പം തന്നെ അതിന്റെ കുറച്ച് കടമകൾ കൂടി അറിയേണ്ടതുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വളർത്തണമെന്ന് നീ അറിയണം. പ്രിയ എന്തുകൊണ്ടാണ് എന്റെ അച്ഛമ്മയും ഫാമിലി ഇത്രമാത്രം സ്നേഹിക്കുന്നുവെന്നറിയോ? കാരണം ഞാൻ അവരെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഫാമിലിക്കും അച്ഛമ്മയ്ക്കും കൊടുക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ അവളും കൊടുക്കേണ്ടതാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പ്രിയ അബദ്ധത്തിലാണ് എന്റെ ഭാര്യയായത്. പക്ഷേ ഈ വീടിന്റെ മരുമകളാകാൻ അവൾക്ക് ഒട്ടും താമസിക്കേണ്ടി വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവൾ എന്റെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവളായി മാറി. ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ചാലും നിനക്ക് മനസ്സിലാവില്ല ഒരു കുടുംബത്തെ എങ്ങനെയാണ് നന്നായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന്. ഇല്ല അബി, എനിക്ക് നിന്റെ ഫാമിലി ഓർത്തുള്ള വ്യാകുലതകളെല്ലാം തന്നെയുണ്ട്. ഞാനും നിന്റെ ഫാമിലി സ്നേഹിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്കിലിത് പ്രൂവ് ചെയ്യേ. ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാകുക, എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കുക. കുഞ്ഞ് നിന്റേതോ പ്രിയയുടേതോ ആയിക്കോട്ടെ, പക്ഷെ നീ ആ സെലിബ്രേഷനിൽ പോയി പങ്കെടുക്കിപ്പോ. താഴത്തെ സെലിബ്രേഷൻ പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നിനക്കതിൽ സന്തോഷം കണ്ടെത്തിക്കൂടെ? പറയ, നിനക്കത് പറ്റോ ഇല്ലയോ എന്ന്. ഞാൻ നിന്നോടാ ചോദിക്കുന്നത് തന്നു. നിനക്കത് പറ്റോ ഇല്ലയോ? ശരി, നിനക്ക് ഈ കാര്യം കൊണ്ട് സന്തോഷം കിട്ടുമെങ്കിൽ then I will ready to do it. ശരി, നീ എന്നോട് പറഞ്ഞല്ലോ പ്രിയ അവളുടെ പ്രോമിസ് പൂർത്തിയാക്കില്ല എന്ന്. ആദ്യം ഞാനൊന്ന് നോക്കട്ടെ നീ എനിക്ക് തന്ന വാക്ക് പാലിക്കുമെന്ന്. പ്രോമിസ് മീ, നമ്മൾ മൂന്നുപേരും അല്ലാതെ ഇനി ഇക്കാര്യം വേറെ ആരും അറിയില്ലെന്ന്. പ്രഗ്നന്റ് ആയിട്ടുള്ളത് പ്രിയ അല്ല, നീയാണെന്ന്. തനു, നീ എന്നോട് സത്യം ചെയ്യ. I promise. നീ എന്നെങ്കിലും ഈ വാക്ക് തെറ്റിച്ച പിന്നെ നിനക്ക് തന്ന എല്ലാ വാക്കുകളും ഞാനും തെറ്റിക്കും. ഞാൻ നടക്കാണോ പറക്കാണോ പോലും മനസ്സിലാവുന്നില്ല. ഈ ഗുഡ് ന്യൂസ് എനിക്ക് എല്ലാരോടും പറയണം. അമ്മയോട് പറയണം, ജാനകി അമ്മയോട് പറയണം, അച്ഛമ്മയോട് പറയണം. അച്ഛമ്മേ, പെട്ടെന്ന് വാ അമ്മേ. അച്ഛമ്മേ, I'm so happy today. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ബഹളം വെക്കുന്നത് എന്തിനാ? അയ്യോ, എനിക്ക് ബഹളം വെക്കാനല്ല, വിളിച്ച് കൂവാനാ തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണല്ലോ ഒരു സർപ്രൈസ് ഉണ്ട് എന്റെ കയ്യിൽ. എന്ത് സർപ്രൈസ് ആണ്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാത്തിനും മുമ്പേ എനിക്ക് പോയി പക്കവട ഉണ്ടാക്കി കൊണ്ടുവരും, പിന്നെ കുറച്ച് എന്തെങ്കിലും കാര്യമായിട്ട് അതിനുശേഷം പറയാം. ഇവളാണെങ്കിൽ സർപ്രൈസ് ആണോ പറയുന്നത്, അത് സർപ്രൈസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്? ശരി, ഒരു ക്ലൂ എങ്കിലും തരൂ. Hint? ശരി, ചെറിയ ഹിന്റ് തരൂ, വലുതായിട്ടൊന്നും പറയില്ല. ആരോ ഒരാൾ വരാൻ പോകുക. ആരോ വരുന്നെന്നോ? ഈ സമയത്ത് ആരാ വരാൻ പോകുന്നേ? എനിക്ക് വയ്യ ഇനി നേരത്തൊന്നും ആഹാരം ഉണ്ടാക്കാൻ. പറയൂ മോളെ, എന്തോരം ഉണ്ടാക്കണം ആഹാരം? ആഹാരം ഉണ്ടാക്കാനോ? ജാനകിയമ്മേ, ഇപ്പൊ ആഹാരം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നേ. എന്തെന്നാൽ അയാൾക്ക് കഴിക്കാനാവില്ലെന്ന് പറഞ്ഞാ മോളെന്താ ഉദ്ദേശിക്കുന്നേ? അയ്യോ,
ആഹാരം കഴിക്കാത്ത ആളാണെങ്കിൽ പിന്നെ എന്താ കഴിക്കുന്നേ? പിന്നെ എന്തെയാണെന്ന് ചോദിച്ചാ പാല് കുടിക്കും അയാള്. പാല് കുടിക്കുമെന്നോ? അപ്പൊ പിന്നെ ആരാ വരാൻ പോകുന്നത്? പ്രണവായിരിക്കും വരാൻ പോകുന്നത്. പ്രണവോ? പിന്നെ ആരാ? അച്ഛമ്മ, ഞാൻ പ്രണവിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? അയാള് വളരെ കുഞ്ഞാണ്. നീ പ്രിയെ കാണാൻ പോയിരുന്നോ? നിനക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ പ്രിയ അമ്മയാവാൻ പോകുന്നെന്ന്? ആ, എനിക്ക് ആദ്യമേ അറിയാമായിരുന്നല്ലോ. ഒരു മിനിറ്റ്, അമ്മയ്ക്ക് ആദ്യമേ അറിയായിരുന്നല്ലേ? പിന്നെന്താ ഞങ്ങളോട് പറയാതിരുന്നേ? അത് എന്റെ ഒരു തെറ്റുമില്ല. എന്നോട് പ്രിയ പറഞ്ഞു ആരോടും ഒന്നും പറയരുത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ. അവൾ പറഞ്ഞു, നീ അനുസരിച്ചു. അതിന്റെ അർത്ഥം മകളാണ് വലുതെന്ന്, അമ്മായിയമ്മ ഒന്നുമല്ലെന്ന്. അയ്യോ അമ്മേ, അങ്ങനെ ഒന്നും അല്ല. അങ്ങനെ തന്നെയാണ് സർല. ഇപ്പോൾ നീ അമ്മൂമ്മയാകാൻ പോവുകയാണ്. നീയാണെങ്കിൽ എന്റെ ബന്ധമല്ലേ അമ്മേ, അവസാനിച്ചു ഞാൻ കഴിഞ്ഞു. പറയുന്നത് കേക്ക്. എനിക്കും ചേച്ചിയോടൊന്നും പറയാനില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ. പ്രിയച്ചി അമ്മയാവാൻ പോവാന്ന്. അമ്മ അമ്മയാവാൻ പോകുന്നു. ഞാൻ ആന്റിയാവാൻ പോകുന്നു. അമ്മയാവാൻ പോകുന്നു. എന്താ 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 പറയാ എന്നോട്? അമ്മയ്ക്കെല്ലാം അറിയാറുന്നല്ലോ. ഞാൻ മിണ്ടൂല, നോക്കും. ഞാൻ പറഞ്ഞതാണല്ലോ. എല്ലാവർക്കും എന്ത് സന്തോഷം, എന്നിട്ട് കാണിക്കുന്നുണ്ടോ വലിയ സങ്കടത്തിലാണെന്ന്. ഇനി എല്ലാവരോടും പോയി പറഞ്ഞു മനസ്സിലാക്കണം. ഓ, ഈ പ്രിയെ കൊണ്ട് തോറ്റു. ഇതെന്താ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നേ? ചേച്ചി എണീറ്റ് കാണും ചിലപ്പോ. അപ്പൊ ആ സർപ്രൈസ് അങ്ങ് കൊടുത്തു കളയാം. ചേച്ചി സോഫ കിടന്നുറങ്ങുന്നോ? പക്ഷെ എന്തിന്? ചിലപ്പോ രാത്രിയിലെ വഴക്കിട്ട് കാണും. കുഞ്ഞിന് എന്ത് പേരിടുന്നൊക്കെ പറഞ്ഞ്. കുഞ്ഞിന്റെ കാര്യത്തില് വഴക്കിട്ടിട്ട് അച്ഛനും അമ്മയും വേറെ വേറെ കിടക്കാം. ബുൾബുൾ, ചേട്ടാ അമ്മയുടെ കൂടെ കിടന്ന് കുഞ്ഞാവറങ്ങോ? പതുക്കെ പതുക്കെ പറ. ബേബി വന്നോ? നീ ചെയ്യുന്നേ ബേബി എങ്ങനെയാണ് എടുക്കുന്നേ? അത് ഞാൻ ചെക്ക് ചെയ്യായിരുന്നു, ബേബി അമ്മയെ പോലെയാണോ അച്ഛനെ പോലെയാണോ എന്ന്. ചേട്ടാ ഓഫ് കോഴ്സ് ബേബി അമ്മയെ പോലെ ആയിരിക്കില്ലേ? അങ്ങോട്ട് നോക്കി, എത്ര ക്യൂട്ടായിരിക്കുന്നു രണ്ടുപേരും. ഈ ബേബി ഡോളിന്റെ കൂടെ തന്നെ ഇത്ര ക്യൂട്ടായിരിക്കുമ്പോ യഥാർത്ഥ ബേബിയുടെ കൂടെ എന്ത് ക്യൂട്ടായിരിക്കുമല്ലേ? പക്ഷേ ചേട്ടനും ക്യൂട്ടാണല്ലോ. പക്ഷെ ചേട്ടാ വഴക്ക് മാത്രം കൂടരുത് കേട്ടോ. ഇങ്ങനെ വഴക്ക് കൂടിയ ബേബി എവിടെ കിടന്നുറങ്ങും? ഇനി നിങ്ങൾക്ക് വഴക്ക് കൂടാൻ നിർബന്ധമാണെങ്കിൽ ബേബി ബെഡിൽ കിടത്തിയിട്ട് ചേട്ടൻ സൈഡിൽ പോയി കിടന്നോ. ബേബി ഒറ്റയ്ക്ക് കിടത്തിയ അതൊരു ടെൻഷനല്ലേ? നീ ഒന്ന് ആലോചിച്ചേ, ഒന്ന് ആലോചിക്കേ. അയ്യോ ചേട്ടാ, ബുൾബുൾ, നീയാണോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ച? ചേട്ടൻ കൊണ്ടുവച്ചതായിരിക്കും അല്ലേ? അല്ല ചേട്ടാ, ചേട്ടനെ കൊണ്ടുവച്ചത് ചേച്ചി. ചേട്ടന് വെയിറ്റ് ചെയ്യാനേ പറ്റുന്നില്ലെന്നേ. എപ്പോഴാ കുഞ്ഞോ പുറത്തു വരാന്നറിയാതെ. മാത്രല്ല ചേട്ടൻ എപ്പോഴാ ബേബിയെ ഹഗ് ചെയ്യാൻ പറ്റുന്നതെന്ന് അതൊക്കെ ബേബി ഡോളിനെ വെച്ചിട്ട് ചേട്ടൻ ഇമാജിൻ ചെയ്തോണ്ടിരിക്കുക. എങ്ങനെ ഇരിക്കുന്ന അറിയാൻ അല്ല ചേട്ടാ? കള്ളോ നോക്കിയേ, ഞാൻ എന്തിനാ ബേബി ഡോൾ വെക്കുന്നേ? യഥാർത്ഥ ബേബി ഞാനിത് എന്തൊക്കെയാ പറയുന്നത്? ഈ ഡോൾ ഞാനെന്നല്ല കൊണ്ടുവച്ചേ. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ചേട്ടനല്ലേ കള്ളം പറഞ്ഞ്. ഇൻഫാക്ട് ചേട്ടൻ എന്താ പറഞ്ഞെന്ന് വെച്ചപ്പോ ബേബി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്കും ചേട്ടനും ഒരുമിച്ച് കിടന്ന് ഉറങ്ങാറുന്നല്ലോ ബേബിയുടെ കൂടെ. റൈറ്റ്? ഞാൻ ശരിയല്ലേ പറഞ്ഞേ? ചേട്ടാ ചേട്ടൻ ഞാൻ പറയുന്നത് കേക്ക്.
അച്ഛമ്മേ എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്ക് ആദ്യമേ തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പോ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു. പക്ഷെ നിന്റെ ആരോഗ്യത്തിന് എന്തു പറ്റി? ഇന്ന് നീ പെട്ടെന്ന് ഉറക്കെഴുന്നേറ്റല്ലോ. അത് ഞാൻ അച്ഛമ്മയെ കാണാൻ വന്നതാ. അച്ഛമ്മയെ കാണാൻ വന്നതാണോ ബുൾബുൾ മുറിയിൽ നിന്ന് പുറത്താക്കിയതാണോ? കുറച്ചു നേരം മുമ്പ് താഴെ വെച്ച് ഞാൻ അവളെ കണ്ടു. എന്നോട് പറഞ്ഞു പ്രിയോട് ഒറ്റയ്ക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന്. ഞാൻ അവളോട് പറഞ്ഞു പ്രിയ നിന്റെ അടുത്തുണ്ടെന്ന്. 1 മണിക്കൂർ കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ 5 മിനിറ്റിനുള്ളില് ചേട്ടൻ പുറത്താവൂന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അവളെല്ലാം മനഃപൂർവ്വം ചെയ്തേ, എന്നെ പുറത്താക്കാൻ വേണ്ടി. ബുൾബുൾ അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ചെയ്ത് അവളുടെ കാര്യം അവൾ നടത്തിയെടുക്കും. നല്ല സ്വഭാവമുള്ള 2 സഹോദരിമാർ എത്രമാത്രം വ്യത്യസ്തരാ. ഒരാൾ സീതയും രണ്ടാമത്തെ ആൾ ഗീതയും. അങ്ങനെ ഇപ്പൊ നിന്റെ അടുത്ത് എന്താ അവള് ചെയ്തേ? എന്റെ അച്ഛമ്മയെ ആന്റി, ആ ബുൾബുൾ വലിയ ശല്യക്കാരിയാ. അവള് വയ്യാതിരുന്നപ്പോ എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അസുഖമെല്ലാം മാറിയപ്പോ എല്ലാവരുടെ ഉറക്കം കളയാൻ തുടങ്ങി. അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ. നീയും ചെന്ന് ചെയ്യ്. നീ ചേട്ടനായതുകൊണ്ട് നിനക്കും ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. അവളിപ്പോ എന്തായാലും ഓക്കെ ആയിരിക്കല്ലേ. അവൾ എല്ലാവരുടെയും ഉറക്കം കളയുന്നതിന് മുമ്പ് തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടേക്ക്. ആ അപ്പൊ എല്ലാം ശരിയായിക്കോളും. അത് ശരിയാണല്ലോ. ആ ബുൾബുളിനെ ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് പ്രണവിനെ കെട്ടിച്ചു കൊടുക്കണം. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്തോഷം, നമുക്കും സന്തോഷം. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ അവളുടെ കല്യാണ ഫംഗ്ഷനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചേക്കാം. അതിലങ്ങ് ബിസിയായി കഴിഞ്ഞാ പിന്നെ അവളുടെ കുരുട്ട് ബുദ്ധിയൊന്നും വർക്ക് ചെയ്യില്ല. എങ്ങനെയുണ്ട്? അതും ശരിയാണ്. നിർത്തടി നിന്റെ ചിരി. നിന്നോട്ടല്ലോ ഞാൻ ചേച്ചി വേദന എടുക്കുന്നു. വേദനിക്കാനാടി ഇതൊക്കെ ചെയ്യുന്ന. ഈ ചെവി പിടിക്കല്ലേ, ഇത് പിടിച്ചോ. ഇതെനിക്ക് ഭയങ്കര വേദന. അമ്മ പിടിച്ചിട്ട് നന്നായി പോയി. നിന്റെ ഈ 2 ചെവിയും നാവും എല്ലാം വലിച്ചെടുക്കാൻ വേണ്ട. ആണോ? എന്റെ ചെവി നാക്കൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നില്ലെങ്കിൽ പ്രണവ് എങ്ങനെ എന്റെ കല്യാണം കഴിക്കും? ബുൾബുൾ നോക്ക്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തമാശയായിട്ട് എടുക്കുന്നത് നല്ലതല്ല. ചേച്ചി ഇങ്ങനെ ഞാൻ തമാശ ബഹളമൊക്കെ വെച്ചില്ലെങ്കിൽ പിന്നെ ലൈഫിൽ എന്താ ഒരു ഫൺ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടൻ ഭയങ്കര സ്ട്രേഞ്ച് ആണെന്നേ. ഐ മീൻ ചേട്ടൻ ഉറങ്ങിക്കിടന്നപ്പോ ഭയങ്കര പാവ മനുഷ്യനെ പോലെ തോന്നി. എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴോ അപ്പൊ ചേട്ടൻ എന്തിനാ അങ്ങനെ ചെയ്ത്? നീ പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം എന്നെ കുഞ്ഞിന്റെ കൂടെ കാണാൻ ആഗ്രഹിക്കുന്നു? ചേച്ചി നോക്ക്, ചേച്ചി അവിടെ കിടന്ന് ഉറങ്ങായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ കുഞ്ഞ് യഥാർത്ഥത്തിലുള്ള കുഞ്ഞായിരുന്നെങ്കിൽ എത്ര ക്യൂട്ടായിരുന്നേനെന്ന്. അപ്പൊ ചേട്ടന്റെ മുഖത്ത് വന്ന ചിരി ഒന്ന് കാണുമായിരുന്നു. എന്ത് ബ്രൈറ്റ് സ്മൈലാ, ഇത്രയും വലിയ ചിരിയായിരുന്നു. ഹലോ, ചേട്ടന്റെ സ്മൈലൊക്കെ പിന്നെ ഇമാജിൻ ചെയ്യാം. അതിനൊക്കെ ചേച്ചിയുടെ അടുത്ത് സമയമുണ്ട്. ഇനി ചേച്ചി എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇതൊക്കെ തന്നെ. ഇതെങ്ങനെ എത്ര പെട്ടെന്ന് സംഭവിച്ചേ? ഐ മീൻ ചേച്ചി എന്നോട് പറഞ്ഞത് കാട്ടിൽ വെച്ച് ചേട്ടൻ ചേച്ചിനെ പ്രപ്പോസ് ചെയ്തെന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നു. എന്താ ബുൾബുൾ ഇത്? നിനക്കിപ്പോ എന്തും പറയാനായോ എന്നോട്? ഹലോ, ഒന്നും പറയാതെ എങ്ങോട്ടാ പോകുന്നേ? ചേട്ടൻ ചേച്ചിക്ക് ഇത്രയും സ്പെഷ്യൽ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി പ്രപ്പോസ് ചെയ്യാൻ പോയത്? നീ പ്രഗ്നന്റ് ആയല്ലോ. ഇപ്പൊ കാര്യം പറയാൻ പറ്റത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന എന്തിനാ നീ? ഞാൻ എന്തിനു പറയണം? നീ എന്നോട് ഇപ്പൊ സംസാരിക്കാറ് കൂടിയില്ലല്ലോ, പിന്നെന്താ ഇപ്പൊ ചോദിക്കാൻ? ആര് പറഞ്ഞു ഞാൻ ചേച്ചിയോട് സംസാരിക്കാറില്ലെന്ന്? അത് ഇന്നലെയാണ് ഞാൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഞാൻ മാപ്പ് തന്നല്ലോ നിനക്ക്. ഇപ്പൊ പറ. എനിക്ക് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലല്ലോ? നിനക്ക് ഒന്നും പറയാനില്ലല്ലോ? ശരി, ഞാൻ അവസാനമായിട്ട് ചോദിക്കാനേ എന്തെങ്കിലും പറയാനുണ്ടോന്ന്. ഇല്ലെങ്കിൽ ഞാൻ ചേട്ടനോട് ചോദിക്കുവേ. എന്താ ചോദിക്കുന്നേ? ഇത് തന്നെ, അതായത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ ക്രിക്കറ്റ് എപ്പോ കളിച്ചു? ക്രിക്കറ്റ്? ഓരോന്ന് പറയുന്നതിന് മുൻപ് ചിന്തിക്കാറുണ്ടോ? ആണോ? ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കാറുണ്ടോ? പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്നേ? ശരി, അണ്ടർസ്റ്റുഡ്. ചേച്ചിക്ക് എന്നോടൊന്നും പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷെ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ചേച്ചി ഇത്രയും വലിയൊരു കാര്യം എന്തിനാ മറച്ചു വെച്ചേ? എനിക്കും അറിയില്ലായിരുന്നു. നോക്ക് ബുൾബുൾ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ ഇല്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്ന പോലുമില്ല. ചേച്ചിക്കും പിടികിട്ടിയില്ലെന്ന് പറഞ്ഞ ഇനി ഒരു മിനിറ്റ്. ഇനി ചിലപ്പോ ഇങ്ങനെയായിരിക്കും ചേച്ചിക്ക് എന്ന ഓർമ്മ കാണില്ലെങ്കിലോ? ഐ എം ഷുവർ റൊമാൻറ്റിക് മൂഡിലായിരുന്നിരിക്കും. നോക്കൂ, നിങ്ങളിങ്ങനെ നോക്കല്ലേ പ്ലീസ്. എന്തോ എനിക്ക് എന്തോ പോലെ. പ്രിയ,
പ്രിയ നോക്ക്, ഒരുപാടായിട്ടുണ്ട്. ഇനി നിനക്ക് കൂടുതൽ എന്നെ കളിപ്പിക്കാൻ പറ്റില്ല. എല്ലാരോടും എല്ലാ സത്യം തുറന്നു പറയണം. ഐ മീൻ അബിയോട് പ്രോമിസ് ചെയ്തത് ഞാനാണ്, നീ അല്ല. അതുകൊണ്ട് നീ വേണം സത്യം തുറന്നു പറയാൻ. ഓക്കെ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? പിന്നെ പിന്നെ നിനക്ക് എങ്ങനെയല്ല ശരിയായി? ഐ മീൻ നിനക്ക് പെട്ടെന്നല്ല ശരിയായല്ലോ. പക്ഷെ പെട്ടെന്ന് ഇവിടെ വന്നത് സർപ്രൈസ്. പക്ഷേ എന്ത് സത്യം പറയുന്നതിന്റെ കാര്യം പറഞ്ഞത്? അങ്ങനെ എന്ത് സത്യം പ്രിയേച്ചിക്ക് പറയാൻ പറ്റുന്നതും നിനക്ക് പറയാൻ പറ്റാത്തതുമായിട്ട്? തനു, അങ്ങനെ എന്ത് പ്രോമിസാ നീ ചേട്ടനോട് ചെയ്തത്? പിന്നെ അതുമല്ല, നീ എന്താ രാവിലെ ഇവിടെ? ഞാൻ ചോദിക്കുന്ന കേട്ടില്ല, നീ എന്താ മറുപടി പറയാത്തെ? തനു, എനിക്ക് മനസ്സിലായി നീ പറഞ്ഞത്. ചെല്ലു, ഞാൻ ചെയ്തോളാം ജോലി. തനു, നീ എവിടെയും പോകുന്നില്ല, നീ ഇവിടെ തന്നെ നിൽക്ക.